ടാറ്റ ഗ്രൂപ്പിലെ 2 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ പവർ. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ പവർ 1.70% ഉയർന്ന് 395 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.26 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 35.29, ഡിവിഡൻഡ് യിൽഡ് 0.51%. 52 വീക്ക് ഹൈ 433, 52 വീക്ക് ലോ 182. ഈ സമ്മർ സീസണിൽ ടാറ്റ പവർ എന്ന കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ള കമ്പനിയുടെ MDയുടെ കമൻട്രി തന്നെയാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. സമ്മർ സീസണിൽ പവർ ഡിമാൻഡ് 8 മുതൽ 9% ഉയരുമെന്നും ഇതിനെ കേറ്റർ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി അതിൻ്റെ പവർ ജനറേഷൻ കപ്പാസിറ്റി 260 ജിഗാവാട്ടായി ഉയർത്തി എന്നതുമാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. സമ്മർ സീസണിൽ ടാറ്റ പവറിൻ്റെ പവർ പ്ലാന്റുകൾ ഫുൾ കപ്പാസിറ്റിയിൽ പ്രവർത്തിച്ചു തുടങ്ങും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2025 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിക്ക് ഡീസൻറ്റ് റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒഡീസയിലെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളിൽ ടാറ്റ പവർ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഔട്ട്കവും 2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിക്ക് ലഭിച്ചു തുടങ്ങും. റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകളുടെ ഭാഗമായി സെൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടി ടാറ്റ പവർ അതിൻ്റെ സെൽ മാനുഫാക്ചറിംഗ് എന്ന പർപ്പസോടുകൂടി ടാറ്റ പവറിൻ്റെ മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ ജൂൺ മുതൽ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു തുടങ്ങും. ഇതും ടാറ്റ പവറിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. 2025 കമ്പനി പമ്പ്ഡ് ഹൈഡ്രോ ജനറേഷൻ കപ്പാസിറ്റി പ്രോജക്റ്റുകളും ഏറ്റെടുത്തു തുടങ്ങും. ഇതിൻ്റെ പശ്ചാത്തലത്തിലും സ്റ്റോക്ക് വരും സമയങ്ങളിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യത കൂടുന്നു. റീസെൻ്റ്ലി അമേരിക്കയുമായി ചേർന്ന് പവർ കൊളാബറേഷനിലും അതുപോലെ തന്നെ എനർജി ട്രാൻസിഷൻ, ഡീകാർബണൈസേഷൻ തുടങ്ങിയ ഇനിഷ്യേറ്റീവുകളിൽ ഇന്ത്യ പങ്കെടുക്കുന്നത് ലോങ് ടൈമിൽ ടാറ്റ പവർ എന്ന കമ്പനിക്ക് ഗുണം ചെയ്യും എന്നാണ് കമ്പനിയുടെ MD പറയുന്നത്. പല അനലിസ്റ്റുകളും ടാറ്റ പവറിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ആക്സിസ് സെക്യൂരിറ്റീസിൻ്റെ അനലിസ്റ്റ് പറയുന്നത് 392 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ടാറ്റ പവർ എന്ന സ്റ്റോക്കിൽ 425, 430 തുടങ്ങിയ ടാർഗറ്റുകൾ എയിം ചെയ്യാവുന്നതാണ്. ഇവിടെ 384 സ്റ്റോക്കിൻ്റെ ഒരു മേജർ സപ്പോർട്ടും 400 സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസുമായി പ്രവർത്തിക്കും. ടിപ്സ് ടു ട്രേഡ് എന്ന ബ്രോക്കേജ് ഏജൻസിയും പറയുന്നത് 384 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 422 രൂപയുടെ ടാർഗറ്റ് ടാറ്റ പവറിൽ നിന്നും എയിം ചെയ്യാവുന്നതാണ്. അതേസമയം 400 എന്ന ലെവലിന് മുകളിൽ നൽകുന്ന ബ്രേക്കൗട്ട് സ്റ്റോക്കിനെ 420 എന്ന ലെവലിലേക്ക് എത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ട്രേഡിംഗ് സെഷനിൽ ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. റീസെൻ്റ്ലി സ്റ്റോക്കിന് 375, 380 തുടങ്ങിയ ലെവലുകളിൽ മികച്ച സപ്പോർട്ട് ലഭിക്കുകയും അല്ലെങ്കിൽ ബോട്ടം ലെവൽ ബൈയിങ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുകയും ചെയ്തു. രണ്ടാമത്തെ അപ്ഡേറ്റ് ടാറ്റ ടെക്നോളജി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.8% ഇടിയുകയും 52 വീക്ക് ലോയ്ക്ക് അടുത്തേക്ക് എത്തുകയും ചെയ്തു. ടാറ്റ ടെക്നോളജി ലിമിറ്റഡിൻ്റെ 52 വീക്ക് ഹൈ 1400, 52 വീക്ക് ലോ 1020. സ്റ്റോക്ക് 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകിയത് വരും ദിവസങ്ങളിലും സ്റ്റോക്ക് ഇടിയാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്ക് ലിസ്റ്റിംഗ് പ്രൈസിനേക്കാൾ ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 500 രൂപ പെർ ഷെയർ എന്ന റേറ്റിലായിരുന്നു കമ്പനി IPO കൊണ്ടുവന്നത്. അതിനുശേഷം 140% ഉയർന്ന് 1200 രൂപ പെർ ഷെയർ എന്ന ലെവലിലായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത്. 1200 നിന്നും സ്റ്റോക്ക് 1400 ഉയരുകയും അവിടെ നിന്നും സ്റ്റോക്ക് കറക്ഷൻ ഫേസിലേക്ക് എത്തി 1200 എന്ന സപ്പോർട്ട് മറികടന്ന് 1020 സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുകയുമാണ്. JP മോർഗൻ എന്ന ബ്രോക്കേജ് ഏജൻസി പറയുന്നത് ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്ക് ഇനിയും ഇടിയാൻ സാധ്യതയുണ്ട്. ഏകദേശം 24% ഇടിഞ്ഞേക്കാം. ടാറ്റ ടെക്നോളജി കൂടാതെ ടാറ്റ ഇലാക്സി എന്ന സ്റ്റോക്കും ഇടിയാൻ സാധ്യതയുണ്ടെന്ന് JP മോർഗൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ടെക്നോളജി കമ്പനികളെ അപേക്ഷിച്ച് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെക്ടറിലെ കമ്പനികൾ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട്. ടാറ്റ ടെക്നോളജിയും ടാറ്റ ഇലാക്സിയും എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ഡെവലപ്മെൻറ്റ് സെക്ടറിലെ കമ്പനികളാണ്. എന്നിട്ടും JP മോർഗൻ സെൽ എന്ന റേറ്റിംഗും 800 രൂപയുടെ ഡൗൺ സൈഡ് ടാർഗറ്റുമാണ് ടാറ്റ ടെക്നോളജിക്ക് നൽകിയിരുന്നത്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ ടാറ്റ ടെക്നോളജി ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 15% വർദ്ധിച്ച് 1124 നിന്നും 1289 എത്തുകയും പ്രോഫിറ്റ് 15% വർദ്ധിച്ച് 148 നിന്നും 170 എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 മാസമായി സ്റ്റോക്ക് കറക്ഷൻ ഫേസിലാണ്. 22% കറക്റ്റ് ആവുകയും ചെയ്തു. ഇനി JP മോർഗൻ സെൽ എന്ന റേറ്റിംഗ് നൽകിയതിന് പിന്നിലെ റാഷണൽസ് മനസ്സിലാക്കാം. ഒന്ന്, ടാറ്റ ടെക്നോളജി എന്ന കമ്പനി ചില
ടാറ്റ ടെക്നോളജി എന്ന കമ്പനിക്ക് വളരെ കുറച്ച് ക്ലയൻറ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ ക്ലയൻറ്റുകളിൽ കമ്പനി ഓവർ ഡിപ്പെൻഡൻ്റ് ആണ്. കൂടാതെ കമ്പനിക്ക് അതിൻ്റെ കസ്റ്റമർ ബേസ് ഉയർത്താൻ സാധിക്കുന്നില്ല. കൂടാതെ സ്റ്റോക്ക് ഇൻഫ്ലേറ്റഡ് വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്നു എന്നാണ് JP മോർഗൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ടാറ്റ ടെക്നോളജി എന്ന കമ്പനി അതിൻ്റെ 60% റവന്യൂവും ജഗ്വാർ ലാൻഡ് റോവർ, ടാറ്റ മോട്ടോർ, വിൻഫാസ്റ്റ് തുടങ്ങിയ കമ്പനികളിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ടോപ്പ് 3 കമ്പനികളെ ടാറ്റ ടെക്നോളജി എന്ന കമ്പനി ഓവർ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൂടാതെ ഓട്ടോ വെർട്ടിക്കലിൽ നിന്നാണ് കമ്പനി അതിൻ്റെ 88% റവന്യൂവും ജനറേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറുകളാണ്. കൂടാതെ 2024-26 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയിൽ നിന്നും മോഡറേറ്റ് ഏണിംഗ് ഗ്രോത്ത് ആണ് JP മോർഗൻ പ്രതീക്ഷിക്കുന്നത്. അതായത് 16% ഏണിംഗ് ഗ്രോത്ത്. ടാറ്റ ടെക്നോളജി ഇന്ത്യയിൽ നിന്നും 29% റവന്യൂവും യൂറോപ്പിൽ നിന്നും 22% റവന്യൂവും നോർത്ത് അമേരിക്കയിൽ നിന്നും 21% റവന്യൂവും ജനറേറ്റ് ചെയ്യുന്നു. 1000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ JP മോർഗൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റോക്ക് 800 എന്ന ലെവലിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്ക് ഡൗൺവേർഡ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസോ അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സലോ വന്നതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്